വാട്ട് എ ഡേ. അപ്പം അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൽ 3 കളികൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുന്നത്. അത് രാത്രിക്ക് 2:30 കാണാൻ തുടങ്ങിയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രിക്ക് ആയിരുന്നു വെള്ളമടിച്ച് 9:30 ആകുമ്പോൾ കയറി കിടന്നുറങ്ങി. യുണൈറ്റഡിൻ്റെ കളി കാണണം എന്നുള്ള രീതിയിൽ എഴുന്നേറ്റല്ല, ആ ഒരു മത്തൊഴിഞ്ഞ സമയത്ത് എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ 2:30 ആയിരുന്നു ഇവിടുത്തെ സമയം. പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരാൻ കുറേ സമയം എടുക്കും. ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് യുണൈറ്റഡിൻ്റെ കളി കണ്ടുകൂടാ. ഇത് നോക്കുമ്പോൾ 1-0 യുണൈറ്റഡ് 1-1 കളി സമനിലായിരുന്നു. കളി കണ്ടിരുന്നു. 2-1 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മുന്നിലെത്തി. യുണൈറ്റഡ് തോറ്റ് ബാക്ക് ടു ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. യുണൈറ്റഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് കാളും എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ഗോളിൽ 2-2 2-1 യുണൈറ്റഡ് തോറ്റിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു 100% പെർഫെക്റ്റ് ഡേ ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ, യുണൈറ്റഡ് ആർ ബാക്ക് ടു എന്ന് പറയാനായില്ല. മേ ബി ലെറ്റ്സ് സി, 1-2 കളിയും കൂടി നമുക്ക് കണ്ടുനോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ അതിൽ എലിയറ്റ് ആൻഡേഴ്സിനെ കുറിച്ച് പറയണം. എമ്മാതിരി പ്ലെയർ. എന്തുകൊണ്ടാണ് ലിവർപൂളൊക്കെ അല്ലെങ്കിൽ ടോപ്പ് പ്ലെയേഴ്സ്, ടോപ്പ് ക്ലബ്ബൊക്കെ ചെങ്ങായിരെ പിറകെ പോകാത്തതെന്ന് എനിക്ക് ഭയങ്കര അതിശയമുണ്ട്. കിടിലൻ കളി എല്ലായിടത്തും ഉണ്ട്, ഡിഫൻസിലും അറ്റാക്കിലും. ആ അറ്റാക്കിങ്ങിലേക്കൊക്കെ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന പാസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ചെങ്ങായിനെ പോലത്തെ ഒരു പ്ലെയറിനെ ഒരു നമ്പർ 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് ടീമായാലും, ലിവർപൂളല്ല ഏത് ടീമായാലും കിടിലൻ പ്ലെയർ, നല്ല അടുത്ത ഒരു 100 മില്യൺ അടിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. അത് കഴിഞ്ഞ് ചെൽസി വേഴ്സസ് ടോട്ടൻഹാം, ഞാനൊരു നല്ല കിടിലൻ മത്സരമായിരുന്നു പ്രതീക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും ലണ്ടൻ റൈവൽസ്, അതൊക്കെ ആകെ ഒരു നല്ലൊരു ഡെർബിയുടെ നല്ലൊരു ഇതുണ്ടാവും എന്ന് വിചാരിച്ച് കണ്ടതായിരുന്നു. പക്ഷെ എന്താ, നല്ല ടോട്ടൻഹാം അവരുടെ സ്റ്റേഡിയത്തിൽ ഒരു നനഞ്ഞ പടക്കം പോലെയാണ് കളിച്ചത്. ചെൽസിക്ക് കിട്ടിയ ചാൻസൊക്കെ കിടിലായിരുന്നു. 1-0 ചെൽസി ജയിച്ചു. ഒരു നല്ലൊരു ഒരു കാളക്കൂറ്റം മത്സരം പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ ഒരു നനഞ്ഞ മത്സരമായിപ്പോയി. അതിനുശേഷം ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല. ഞാൻ ആ ലൈനപ്പിൽ റോബർട്ട്സിനെ കണ്ട സമയത്ത് എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ കെർക്കസിനെ ഇടരുത് എന്ന് എനിക്ക് മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈനപ്പ് കണ്ട സമയത്ത് റോബർട്ട്സിനെ കണ്ടു സന്തോഷമായി. പക്ഷെ മക്കാലിസ്റ്ററിനെ കണ്ടാലും ഇതുവരെ ഫോമിലില്ലാത്തത് മക്കാലിസ്റ്റർ. കഴിഞ്ഞ കറബാവ് കപ്പിൽ ഫുൾ ടൈം കളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം. എന്തിനാണ് മക്കാലിസ്റ്ററിന് ഇട്ടത്? വായ്. നമ്മളെ ഗ്രാവൻബർഗിനെയും സൊബോസ്ലൈനും പിവറ്റിലിട്ട് ബേർഡ്സിനെ അറ്റാക്കിങ്ങിലിടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ മക്കാലിസ്റ്ററിനെ കണ്ടത് ഞാൻ എല്ലാവരും മക്കാലിസ്റ്റർ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അല്ലെങ്കിൽ മിസ് പാസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ലിവർപൂളിന് നല്ല ഒരു ഔട്ട്പുട്ട് മത്സരത്തിൽ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്നത് മക്കാലിസ്റ്റർ ആയിരിക്കും. മക്കാലിസ്റ്റർ ഫോം ഔട്ടാണ്, ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മക്കാലിസ്റ്ററിനെ കണ്ട് എനിക്കൊരു ചെറിയൊരു ഉള്ളിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് വർക്കൗട്ട് ആവോ. ഇത്രയും ഈ ഒരു സീസണിൽ നമ്മളെ ഏറ്റവും ഫോമിൽ ഔട്ടായിട്ടുള്ളൊരു പ്ലെയർ, ഏകദേശം എല്ലാ പ്ലെയേഴ്സും ഇങ്ങനെ ഒരു ഫോം ഇങ്ങനെ കാണിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ഇതുവരെ ഫോം തീരെ കാണിക്കാതിരുന്നത് മക്കാലിസ്റ്റർ മാത്രമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ കിടിലൻ കളിയായിരുന്നു എല്ലാവരും. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ലിവർപൂൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ചു തരുന്നതായിരുന്നു ഈ ഒരു മത്സരത്തിൽ കണ്ടത്. അതുകൂടാതെ ആൻഫീൽഡിൽ എങ്ങനെ കളിക്കണമെന്ന് ലിവർപൂൾ കളിച്ചത്. പ്രസ്സിങ് സൂപ്പറായിരുന്നു. ഏകദേശം മത്സരത്തിൽ അവസാനത്തെ ആ ഒരു 5-10 മിനിറ്റ് ഒഴികെ ബാക്കി പ്രസ്സിങ് കിടിലായിരുന്നു. ഒരുപാട് ബോളുകൾ പ്രസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സാല നല്ല കളിയായിരുന്നു. എനിക്കൊന്ന് ഈ ഒരു സീസണിൽ സാലയുടെ ഏറ്റവും മികച്ച, ഒരുപാട് പ്ലെയേഴ്സിൻ്റെ ഏറ്റവും മികച്ച മത്സരമായിരുന്നു ഈ ഒരു മത്സരത്തിൽ. സാലനെ ഒരു സമയത്ത് 4 പ്ലെയേഴ്സിനൊക്കെ ടേക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കളി കണ്ടവരാണെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവും. 4 പ്ലെയേഴ്സിനൊക്കെ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല 1-2 ബോള് ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഗാക്പോ മാത്രമാണ് ആ ഒരു നല്ലൊരു ഫോമിലേക്ക് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചാതിരുന്നത്. ബാക്കി എല്ലാവരും, ഗ്രാവൻബർഗ് ഗോളടിച്ച് തിരിച്ചു വന്നു. ഡിഫൻസും കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. ബ്രാഡ്ലി കുറച്ച് പാസുകൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന് ശേഷം കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല. പക്ഷെ ചങ്ങായി നല്ല കളിയായിരുന്നു, നല്ല
റണ്ണ് ഒരുപാടുണ്ടായിരുന്നു ഫൈനൽ തേർഡിലേക്ക്. എല്ലാം കൂടി നോക്കുമ്പോൾ എന്താണോ നമ്മൾ ലിവർപൂൾ ഫാൻസ് ഇത്രയും കാലം നമ്മൾ വേണ്ടത്, ഇതാണ് നമുക്ക് ലിവർപൂളിൽ നിന്ന് വേണ്ടത് എന്ന് ആഗ്രഹിച്ചത്, അത് ഏകദേശം ഈ ഒരു കളിയിൽ ലിവർപൂൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു ടൈമിംഗ് ആണ്. കഴിഞ്ഞ കറബാവോ കപ്പിൽ നമ്മൾ എല്ലാ മെയിൻ പ്ലേയേഴ്സിനും പുറത്തിരുത്തിക്കൊണ്ട് ഒരുപാട് പഴി കേട്ടിട്ടുണ്ടായിരുന്നു സ്ലോട്ട്. അപ്പോൾ സ്ലോട്ടിൻ്റെ മനസ്സിൽ ഇത് ഈ ഒരു മത്സരത്തിലേക്ക് അവരെ റെസ്റ്റ് കൊടുത്തതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സ്ലോട്ടിനെ എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കുമായിരുന്നു. പക്ഷേ പെർഫെക്റ്റ് ടൈമിങ്ങിൽ മത്സരത്തിൽ റിസൾട്ട് കിട്ടി. അടുത്തത് റയൽ മാഡ്രിഡ് ആണ്. അതിൽ എനിക്ക് തോന്നുന്നു ആലിസൺ തിരിച്ചു വരും എന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല ആലിസൺ തിരിച്ചു വരുമോയെന്ന് അറിയില്ല. അഥവാ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒരു പ്ലസ് പോയിന്റ് ആവും. ഓക്കെ, റയൽ മാഡ്രിഡ് ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ്, കത്തുന്ന ഫോമിലാണ്. നമുക്ക് നോക്കാം നമ്മളെ ബാക്കുകളൊക്കെ എങ്ങനെയായിരിക്കും അവരെ വിങ്ങേഴ്സിനെ വിനീഷ്യസിനെയും ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു സീസണിലെ ലിവർപൂളിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് ഞാൻ പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ, ഞാൻ എല്ലാ മത്സരം കണ്ടിട്ടുണ്ട്, സോറി, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സീസണിലെ ലിവർപൂളിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗെയിമാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഗോള് വഴങ്ങിയില്ല. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ എനിക്കൊന്ന് 10 മത്സരത്തിൽ 7 മത്സരത്തിലൊരു കണ്ടിന്യൂസ് നമ്മൾ ഗോള് വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഗോള് വഴങ്ങിയില്ല, നമ്മൾ 2 ഗോൾ അടിക്കുകയും ചെയ്തു. ആദ്യത്തെ ഗോൾ ഒരു ഗിഫ്റ്റ് പോലെയാണ്, പക്ഷേ അതൊക്കെയാണ് മത്സരം എന്ന് പറയുന്നത്. ആഴ്സണൽ എന്തായാലും ബേൺലിയോട് ജയിക്കുമെന്ന് എനിക്കറിയാം 100%. അത് കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എത്ര ഗോളിന് ജയിക്കുമെന്ന് മാത്രമേ അറിയേണ്ടായിരുന്നുള്ളൂ. വി ആർ ബാക്ക് എന്ന് പറയാനാവുമോ? ഇല്ല. ഇനിയിപ്പോൾ 2 മത്സരത്തിൻ്റെ റിസൾട്ട് നോക്കി 2 മത്സരത്തിലും നമുക്ക് പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടിയാൽ നമുക്ക് പറയാം വി ആർ ബാക്ക്, ലിവർപൂൾ ബാക്ക് ടു ഫോം എന്ന് പറയാം. ലെറ്റ്സ് സീ. പ്രത്യേകിച്ച് നമ്മൾ റയൽ മാഡ്രിഡിനുള്ള മത്സരം കുറച്ചും കൂടി കടുപ്പായിരിക്കും സിറ്റിനേക്കാളും. സിറ്റിനെ നമുക്ക് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ. റയൽ മാഡ്രിഡാണ് ശരിക്കുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഈ 2 മത്സരത്തിലും ലിവർപൂളിന് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ലിവർപൂൾ ബാക്ക് ടു ഫോം എന്ന് പറയാം. അപ്പം കളി കണ്ടവരാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്ത മത്സരത്തിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.